ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാം കാത്തിരുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാനായിട്ടിരിക്കുന്നത്. നമ്മുടെ മുത്തച്ഛൻ നാഗേന്ദ്രനെ കണ്ടെത്തിയിരിക്കുകയാണ്. എല്ലാ ചതികൾക്കും പിന്നിൽ നാഗേന്ദ്രൻ ആണ് എന്നുള്ള കാര്യം ആദർശും മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ മുത്തച്ഛൻ ആദർശ് കൈയോടെ നാഗേന്ദ്രയെ പിടിച്ചു എന്നും ആ മാളവികയെ കൊല്ലാനൊക്കെ നോക്കി എന്നുള്ള വിവരമൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും മുത്തച്ഛൻ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല. മുത്തച്ഛൻ നേരെ നാഗേന്ദ്രയുടെ അടുത്ത് ചെന്ന് നാഗേന്ദ്രയെ വെല്ലുവിളിക്കുകയും നല്ല പെട്ടക്കടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശേഷം നമ്മുടെ ആദർശ് തിരിച്ച് സന്തോഷപൂർവ്വം അനന്തപുരിയിലേക്ക് വരികയാണ് കേട്ടോ. മുത്തച്ഛൻ ആദർശിനെയും നയനെയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെയാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് നാഗേന്ദ്രയെ അടിച്ചൊതുക്കി വിട്ടല്ലോ. അതിനുശേഷം മുത്തച്ഛൻ ഈ വിവരം അറിയാണ് കേട്ടോ. മുത്തച്ഛനോട് ആദർശ് വിളിച്ചു പറയുന്നുണ്ട്, മുത്തച്ഛ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം. അപ്പം മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശയെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് കാര്യങ്ങളൊക്കെ. ആ നാഗേന്ദ്ര, അപ്പച്ചിയുടെ ഭർത്താവ് നാഗേന്ദ്രയാണ് ഇതിനൊക്കെ പിന്നിൽ. അയാൾക്ക് മുത്തച്ഛനോടും അതുപോലെ അനന്തപുരിയിലുള്ളവരോടും തീരാത്ത പകയാണ്. അത് വീട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയുള്ള കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആദർശ് പറയാം. ഇപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഈ വിവരം നേരത്തെ മനസ്സിലാക്കിയതായിരുന്നു. പിന്നെ നാഗേന്ദ്രയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും അവൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. ഏതായാലും നീ ഇതൊക്കെ കണ്ടെത്തിയില്ലേ, അങ്ങനെ ഒരുത്തനാണ് ഇതിനൊക്കെ പിന്നിലെങ്കിൽ അവനെ എനിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് പറയണം. അപ്പം ആദർശ് പറയുന്നുണ്ട്, വേണ്ട മുത്തച്ഛൻ അവനെ പോയി കാണണ്ട, അവന് കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് പറയാണ്. ഇനി അനന്തപുരിക്കാരെ ഒരിക്കലും അവൻ ശല്യപ്പെടുത്താനായിട്ട് വരില്ല എന്ന് പറയാം. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ആദർശെ, അവനെ എനിക്ക് കാണണം. അവൻ എന്നോടുള്ള പക വീട്ടാൻ വേണ്ടിയല്ലേ അവൻ ഇത്രയും വർഷം കാത്തിരുന്നത്. അവൻ ഇവിടെ മൂർത്തീസ് ജ്വല്ലറിയിൽ തോന്നിയാസങ്ങൾ കാണിച്ചപ്പോഴാണ് ഞാൻ അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. എന്നിട്ട് എവിടെയോ പോയി കുറേ പണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എന്നോട് പകരം വിട്ടാൻ വരുന്നോ എന്നൊക്കെ മുത്തച്ഛനും ഇങ്ങനെ ചോദിക്കും. അതിനുശേഷം മുത്തച്ഛൻ നാഗേന്ദ്രയെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. മുത്തച്ഛൻ്റെ ശരിക്കുമുള്ള ഉഗ്രരൂപം പുറത്തു വരികയാണ്. മുത്തച്ഛൻ അവിടെ നിന്ന് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേണ്ട മുത്തച്ഛൻ നാഗേന്ദ്രയെ പോയി കാണുമൊന്നും വേണ്ട, ഇനിയിപ്പോൾ അവൻ നമ്മുടെ ശല്യത്തിനൊന്നും വരില്ല എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയാം, അങ്ങനെയൊന്നും കാണാതിരുന്നാൽ പറ്റില്ലല്ലോ. അവൻ എനിക്കും കുടുംബത്തിനും വേണ്ടി ചെയ്ത ദ്രോഹങ്ങളും നമ്മുടെ കമ്പനിയെ തകർക്കാനും നിങ്ങളെ ഒറ്റപ്പെടുത്താനും വേണ്ടി കളിച്ച കളികളും ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോഴും പ്രായമായെന്നേ ഉള്ളൂ. ഈ അനന്തമൂർത്തിക്ക് ആരോഗ്യത്തിനൊന്നും ഒരു കുറവുമില്ല. അവനോട് ചോദിക്കാനുള്ളതൊക്കെ ഞാൻ തന്നെ നേരിട്ട് ചോദിക്കും എന്ന് പറയാം മുത്തച്ഛൻ. അങ്ങനെ മുത്തച്ഛൻ അവിടെ നിന്ന് നല്ല ദേഷ്യത്തിൽ ചാടി ഇറങ്ങി പോവാണ് കേട്ടോ. ഇറങ്ങി നേരെ നാഗേന്ദ്ര താമസിക്കുന്ന ലോഡ്ജിലേക്ക് ചെന്ന് വാതിൽ ചവിട്ടി തുറന്ന് കയറുകയാണ്. നാഗേന്ദ്ര മുത്തച്ഛനെ കണ്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഉടനെ നാഗേന്ദ്രയോട് ചോദിക്കും, എടാ നീയാണല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചത്, നിനക്ക് അനന്തപുരി തറവാടിനെയും മൂർത്തീസ് ജ്വല്ലറിയെയും തകർക്കണം അല്ലേടാ എന്ന് ചോദിച്ചു. ഒറ്റ ഒരെണ്ണം ചെല്ലുമ്പോൾ തന്നെ മുത്തശ്ശൻ കൊടുക്കുകയാണ്. നാഗേന്ദ്ര കവളൊക്കെ പൊത്തി ഇങ്ങനെ നിൽക്കുക, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. എന്നിട്ട് ചോദിക്കുക, എടാ നിനക്ക് ഇതുവരെ എൻ്റെ മുന്നിൽ വന്ന് നേരെ നിന്ന് സംസാരിക്കാൻ നിനക്ക് പറ്റിയോ? എടാ കളിക്കുകയാണെങ്കിൽ നേരെ വന്ന് കളിക്കണോടാ, ഒളിച്ചിരുന്ന് ചതിക്കുകയല്ല ചെയ്യേണ്ടത്. നീ എൻ്റെ കൊച്ചുമോൻ ആദർശിനെ പല പ്രാവശ്യം ചതിച്ചു, അതുപോലെ അനന്തപുരിയിലുള്ളവരെ തമ്മിൽ തല്ലിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു, പിന്നെ മൂർത്തീസ് ജ്വല്ലറിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു, അതിനേക്കാൾ വലുതാക്കി നിന്റെ സാമ്രാജ്യത്തെ ഉയർത്താൻ നോക്കി. എടാ നീ ആരാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാടാ. ഏത് രീതിയിലാണ് നീ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും എനിക്കറിയാം. പിന്നെ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ കുതന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത് കുറേ കാശുണ്ടാക്കി ആരെയൊക്കെയോ ചതിച്ചും വഞ്ചിച്ചും കൊന്നുമൊക്കെ നേടിയതല്ലേടാ ഇതൊക്കെ. എന്നിട്ട് അതെല്ലാം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ച് എന്നോട് കളിക്കാൻ നീ വരുന്നോടാ. ഇനി മേല ഒരു ശല്യമായിട്ട് നിന്നെ കണ്ടുപോകരുതെന്ന് പറയാണ്. അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, അത് എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ചെയ്തത്. അന്നത്തെ ഒരു ചെറിയ പക എൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊന്നും അല്ല, ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. പിന്നെ എന്താന്ന് വെച്ചാൽ മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് കിടപിടിച്ച് നിൽക്കാൻ ജ്വല്ലറിക്ക് ആവില്ലല്ലോ. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കളികളും ഒക്കെ നടത്തിയെന്നേ ഉള്ളൂ. ഒരിക്കലും അനന്തപുരിയെ മൂർത്തി സാറിനെ ഒന്നും മുകളിൽ കയറണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ ആനന്ദമൂർത്തിയുമായിട്ട് നേരിട്ട് നിന്ന് മുട്ടാൻ മേലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങ് മാറി നിന്നത്. ഒരു ബിനാമിയെ എൻ്റെ കമ്പനിയുടെ MD ആയിട്ട് വെച്ചത് അത് ശരിക്കും പേടി കൊണ്ടാണ് കേട്ടോ, അല്ലാതെ ഉപദ്രവിക്കാനൊന്നും അല്ലാന്ന് ഇങ്ങനെ പറയുക, ഉരുണ്ട് കളിക്കുക കേട്ടോ നാഗേന്ദ്ര.
അപ്പോൾ അത് നമ്മുടെ മുത്തശ്ശന് മനസ്സിലാകാം. മുത്തശ്ശൻ ഉടനെ തന്നെ ഒറ്റയൊരെണ്ണം കൊടുത്തിട്ട് പറയും, എന്താടാ നീ ഇനിയും നല്ല പിള്ള ചമയാൻ നോക്കുകയാണോ എൻ്റെ മുന്നിലെന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ ആരാണെന്നും എന്തൊക്കെയാണ് നീ ചെയ്യാൻ പോയതെന്നും ഉള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാം. ഇനി എൻ്റെ മുന്നിൽ ഒരു നല്ല പിള്ള ചമയാനൊന്നും നീ നോക്കണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ നാഗേന്ദ്രയോട് പറയുന്നുണ്ട്, ഇനി ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, ഇനി നീ ഇവിടെ കണ്ടുപോകരുത്. നീ എവിടെ നിന്നാണോ പൊട്ടിമുളച്ച് ഇവിടെ എത്തിയത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയിക്കോണം. അല്ലാതെ ഈ പ്രദേശത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. എൻ്റെ കൺവെട്ടത് നീ ഇനി വന്നേക്കരുത്. നിന്റെ നിഴല് പോലും പതിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലുണ്ടല്ലോ നീ ഇനി വേറൊന്നും നോക്കണ്ട, നിന്നെ ഞാൻ കൊന്നു തള്ളിയിരിക്കും എന്ന് മുത്തശ്ശൻ പറയാ. അപ്പം നാഗേന്ദ്ര അങ്ങ് പേടിച്ചു പോവുക. അപ്പം നാഗേന്ദ്ര വീണ്ടും കൊടുക്കുകയാണ്, കാല് പൊക്കി ചവിട്ടുക. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, എന്നെ ഇനി ഒന്നും ചെയ്യരുതെന്ന് പറയാം. നിന്നെ ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല, നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം. ഇതിനു മുമ്പ് ഒരവസരം നിനക്ക് തന്നതാ. എൻ്റെ കൺമുന്നിൽ ഇനി കണ്ടുപോകരുതെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ഇറക്കി വിട്ടതാ. നീ വീണ്ടും വീണ്ടും എൻ്റെ മുന്നിൽ എത്തിയിരിക്കുക. ഇപ്പോഴും ദയ കൊണ്ട് നിന്നോട് ഞാൻ പറയാണ്, നീ എൻ്റെ കൺമുന്നിൽ കാണരുത്. നീ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ പോവുക. മേല എനിക്കൊരു പ്രതിബന്ധമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തീർത്ത് കളയും ഞാൻ. നിനക്കറിയാലോ ഈ അനന്തമൂർത്തിയെ എന്ന് പറഞ്ഞ് ഭയങ്കര രൗദ്രഭാവത്തിൽ തന്നെ മുത്തശ്ശൻ നാഗേന്ദ്രയോട് പറയാം. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഇനി ഒരു ശല്യത്തിനും വരത്തില്ല. അനന്തമൂർത്തിയോടും മൂർത്തീസ് ജ്വല്ലറിയോടും എനിക്ക് ഒരു ശത്രുതയില്ല. ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോളാം എന്നൊക്കെ പറയാം. അങ്ങനെ മുത്തശ്ശൻ അവിടുന്ന് പോരുകയാണ് കേട്ടോ. മുത്തശ്ശൻ അവിടുന്ന് പോന്നു കഴിയുമ്പം നമ്മുടെ നാഗേന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ്, പിന്നെ നിങ്ങൾ പറയുമ്പോഴേ ഇവിടുന്ന് പോകാൻ ഈ നാഗേന്ദ്ര ഇരിക്കുകയല്ലേ, ഒരുവിധം കളിച്ച് ജയിച്ചെത്തിയതാ. അപ്പോൾ വീണ്ടും എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടതിൽ നിന്ന് തന്നെയാണ് നാഗേന്ദ്ര വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഇവിടെ വരെ എത്തിയത്. ഇനിയും ഇപ്പോൾ അങ്ങനെ തന്നെയാവും. എല്ലാം നഷ്ടപ്പെട്ടതിൽ നിന്ന് ഈ നാഗേന്ദ്ര ഉയർത്തെഴുന്നേക്കും. അനന്തപൂർത്തി പറയുമ്പോൾ അനുസരിക്കാൻ നാഗേന്ദ്ര ഇരിക്കുകയല്ലേ, തൽക്കാലം ഒരു നാടകം തന്നെ കളിക്കാം. എന്തായാലും അനന്തപുരി തറവാടിൻ്റെ അടിവേര് മാന്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് നാഗേന്ദ്ര വിചാരിക്കാം. അങ്ങനെ മുത്തശ്ശൻ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. മുത്തശ്ശൻ സകല കളികളും മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ അബി എന്ന് പറയുന്ന ചതിയൻ്റെ കാര്യങ്ങളും മുത്തശ്ശന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അബിയാണെങ്കിൽ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലാണ് കേട്ടോ വരുന്നത്. നാഗേന്ദ്ര ആദർശ് പൊക്കിയെന്ന് അറിഞ്ഞെങ്കിലും മാളവികയെ ഉപദ്രവിക്കാനായിട്ട് ലോഡ്ജിലേക്ക് കൊണ്ടുപോയെന്ന് അറിഞ്ഞെങ്കിലും ഇതൊന്നും താൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് അനന്തപുരിയിലേക്ക് കയറി വരികയാണ്. പക്ഷെ മുത്തശ്ശൻ അബിയെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അബി അവനും ഇതൊക്കെ അറിയായിരുന്നല്ലേ മോളേന്ന് ചോദിക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, അറിയായിരുന്നു. മാളവികയോട് അവൻ പറഞ്ഞു, എൻ്റെ അച്ഛനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്നും നാഗേന്ദ്ര എൻ്റെ അച്ഛനാണെന്നും നാഗേന്ദ്രയാണ് ജ്വല്ലറിക്ക് പിന്നിലെന്നുള്ള കാര്യം അതറിയാൻ വേണ്ടിയായിരുന്നു മാളവിക അവൻ്റെ ഒപ്പം പോയതും. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാണ് അവൻ ഈ ചതി ചെയ്തുകൊണ്ടിരുന്നത്. അവൻ കൊള്ളാം. അവൻ ഇനി ഈ അനന്തപുരിയിലെ സ്ഥാനമില്ല. അവൻ ഇറങ്ങിപ്പോയിക്കോട്ടെ അവൻ്റെ അച്ഛൻ്റെ കൂടെ, വേണമെങ്കിൽ ജലജയെ കൂടി കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് മുത്തച്ഛൻ ഫോൺ വയ്ക്കുക. അപ്പോഴേക്കും അബി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും അറിയാത്ത പോലെ അബി വന്നിരിക്കുകയാണ്. പക്ഷേ നാഗേന്ദ്രയെ ആദർശ് കണ്ടെന്നും ആടി കൊടുത്തെന്നും ഓടിച്ചെന്നും ഒക്കെ ഉള്ള വിവരം അവർ വിളിച്ച് അബിയെ അറിയിച്ചിരിക്കുക. എന്നിട്ടും അബി ഒന്നും അറിയാത്ത പോലെ അനന്തപുരിയിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു ഫോൺ വന്ന് ഈ വിവരങ്ങളൊക്കെ നാഗേന്ദ്ര പറയുകയാണല്ലോ. ഇത് നവ്യ കേൾക്കുന്നുണ്ട്. നവ്യയ്ക്ക് മനസ്സിലായപ്പോൾ ആദർശ് എല്ലാ സത്യങ്ങൾ അറിഞ്ഞെന്നും നാഗേന്ദ്രയെ പിടിച്ചുവെന്നും അടി കൊടുത്തെന്നും ഒക്കെ ഉള്ള വിവരം നവ്യ അന്നേരം മനസ്സിലാലോചിക്കുകയാണ്. പേരും കള്ളൻ, ഈ ദുഷ്ടൻ ഇവൻ്റെ അച്ഛനെ പിടിച്ചല്ലോ. ഏതായാലും ആരും അറിയില്ലെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അപ്പം ഇവൻ പറഞ്ഞത് സത്യമാണ്. ജ്വല്ലറിക്ക് പിന്നിലുള്ള ആൾ ഇവൻ്റെ അച്ഛൻ തന്നെയാണ്. അതായിരിക്കും ആ നാഗേന്ദ്ര, അതുപോലൊരു ദുഷ്ടൻ. അവനെ ആദർശേട്ടൻ പിടിച്ചല്ലോ. എല്ലാവരും എല്ലാ സത്യങ്ങളും അറിഞ്ഞല്ലോ. സന്തോഷമായി. ഇനി ഇവൻ്റെ സത്യങ്ങൾ കൂടി മൂടി വയ്ക്കപ്പെട്ടത് പുറത്തു വരണമെന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശൻ അബിയെ വിളിക്കുന്നുണ്ട്. അബി ഇവിടെ വരൂ എന്ന് പറയുക. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അബി വരുന്നു. അപ്പം ജലജയും നവ്യയും അവന്തികയും ഒക്കെ വരികയാണ്. ഇതേ സമയം അവന്തികയ്ക്കും സത്യങ്ങളൊക്കെ മനസ്സിലാകുക. അവന്തികയെ നാഗേന്ദ്രയെ വിളിക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ അറിയാണ് കേട്ടോ. ആദർശ് നാഗേന്ദ്രയെ പിടിച്ച കാര്യവും നാഗേന്ദ്രയെ അടിച്ച് അവിടുന്ന് ഓടിച്ച കാര്യവും ഒക്കെ. അപ്പോൾ അവന്തികയുടെ മനസ്സിൽ നല്ല ദേഷ്യവും പകയും ആദർശിനോടും അനന്തപുരിക്കാരോടും ഉണ്ട്. കാരണം സ്വന്തം അച്ഛനെയല്ലേ ഓടിച്ചിരിക്കുന്നത്. പക്ഷെ അവന്തിക നല്ല പിള്ള ചമ്മഞ്ചി ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. അബിയെ വിളിക്കുമ്പോൾ തന്നെ അവന്തികയെ ഞെട്ടിപ്പോവാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവിടെ വടാന്ന് പറയുക. അപ്പം അബി വരിക. എന്താ മുത്തശ്ശ എന്ന് ചോദിക്കുക. അല്ല, നീ ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അബി ചോദിക്കുക, എന്താ മുത്തശ്ശ എന്താ എന്ന് ചോദിക്കുക. എടാ, നീ ജ്വല്ലറിയിൽ മാനേജറായിട്ട് പോയില്ലേ, അവിടെ ജ്വല്ലറിയുടെ MD ആരായിരുന്നടാന്ന് ചോദിക്കുക.
അപ്പോൾ ഉടനെ അഭി പറയാ അത് അത് ഡേവിഡ് സാറല്ലേ എന്ന് ചോദിക്കുകയാണ്. മുത്തച്ഛൻ ഒറ്റ ഒരെണ്ണം കൊടുക്കുക. എന്നിട്ട് ചോദിക്കുക, ഡേവിഡ് ആണോടാ അതോ നിന്റെ അച്ഛൻ നാഗേന്ദ്രയാണോടാ? പണ്ട് നിന്നെയൊക്കെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയ ആ ദുഷ്ടനാണോടാ എന്ന് ചോദിക്കുക. അപ്പോൾ അഭി ഞെട്ടുന്നത് കൂടുതൽ ജലജ ഞെട്ടുക. ജലജ, എന്താ ഈ പറയുന്നത്? എന്താ നാഗേന്ദ്രയോ? അയാൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയാം, അതേടി നാഗേന്ദ്ര നിന്റെ ഭർത്താവ്, അവനാണ് അനന്തപുരിക്കെതിരെ കളിച്ചുകൊണ്ടിരുന്നത്. ജ്വല്ലറിയുടെ തലപ്പത്ത് അവനാണുള്ളത്. അവൻ അനന്തപുരിയെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയതാ. ആദർശ് ഇന്ന് അതെല്ലാം തീർത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം ജലജ ചോദിക്കുക, അച്ഛാ അയാള് ജ്വല്ലറിയുടെ MD-യോ? അതിന് മാത്രം പണമൊക്കെ ഉണ്ടാക്കി അയാൾ എവിടെ നിന്ന് വന്നു? അത് നിനക്കറിയില്ലെങ്കിലും നിന്റെ ഈ മകനറിയാം. അവൻ അയാളുടെ കൂടിയാ കളിച്ചുകൊണ്ടിരുന്നത്. വെറുതെയാണോ ഇവൻ ജ്വല്ലറിയിൽ മാനേജറായിട്ട് പോയത്? മാനേജർ അവൻ അവിടെ നിന്ന് അവൻ്റെ അച്ഛനൊപ്പം ഈ കുടുംബം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു, നിന്നെ പോലും അറിയിക്കാതെ എന്ന് പറയുമ്പോൾ ജലജ ചോദിക്കുക, എടാ നീ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടാ. എന്നിട്ട് ഇത്രയും നാളും അത് അമ്മയോട് പറയേണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛന് അമ്മയോട് ഇപ്പോഴും ഒരു താല്പര്യവും ഇല്ല, അതുകൊണ്ട് അമ്മയെ ഒഴിവാക്കാൻ തന്നെ അച്ഛൻ്റെ തീരുമാനം എന്ന് പറയണം. എടാ ദുഷ്ടാ, പണവും കാശുമുള്ള നിന്റെ തന്തയെ കണ്ടപ്പം നിനക്ക് എന്നെ വേണ്ടതായല്ലേ? ഇത്രയും നാൾ നിന്റെ എല്ലാ തോന്നിയസത്തിനും കൂട്ടു നിന്നിട്ടും എന്നെ നീ അവോയ്ഡ് ചെയ്തല്ലേ എന്ന് പറഞ്ഞ് ജലജ പൊട്ടിത്തെറിക്കി. മുത്തച്ഛൻ പറയാം, നിർത്തടി നാണം കിട്ടവളെ, നിനക്കെന്താ നാഗേന്ദ്രയുടെ കൂടെ പോണോടി എന്ന് ചോദിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഇവൻ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇവൻ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് അറിയാവോ? ആ മാളവികയില്ലേ, ആ ജ്വല്ലറിയിലെ ഡിസൈനർ, ആ പെണ്ണിനെ വിളിച്ച് ലോഡ്ജിൽ കൊണ്ടുപോയി അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ നല്ല ആട്ടി കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇല്ലെങ്കിൽ ഇവൻ അവളെ ഇപ്പം ആ അനഘയെ ചെയ്ത പോലെ, അനഘയുടെ ജീവിതം നശിപ്പിച്ച പോലെ ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയാം. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പം നവ്യയ്ക്ക് അങ്ങ് കൊള്ളുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ നവ്യ പിടിച്ചു നിന്ന്, നവ്യയ്ക്ക് അനഘയുടെ വിഷയങ്ങളെല്ലാം അറിയാഞ്ഞിട്ട് പോലും നവ്യ ഈ സത്യം അറിയാൻ വേണ്ടിയിട്ട് അനന്തപുരിയെ തകർക്കാൻ ശ്രമിക്കുന്ന ആരാണെന്നറിയാൻ, ജ്വല്ലറിയുടെ പുറകിലുള്ളത് ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് ക്ഷമിച്ച് സഹിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം മാളവികയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നറിയുമ്പോഴേക്കും നവ്യ മുമ്പിലേക്ക് വരിക. എന്നിട്ട് അബിയോട് ചോദിക്കുക, എടാ അബി ഈ കേട്ടതൊക്കെ സത്യമാണോടാന്ന് ചോദിക്കുക. അബി ഒന്നും മിണ്ടുന്നില്ല. പിന്നെയും ചോദിക്കുക, നീ പറഞ്ഞതൊക്കെ സത്യമാണോന്ന്, മുത്തശ്ശൻ പറഞ്ഞതൊക്കെ സത്യമാണോന്ന്, നീ മാളവികയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ അബി പറയാം, പിന്നെ ഞാൻ ശ്രമിച്ചൊന്നുമില്ല, അവൾ വെറുതെ നുണ പറയുന്നതാ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചായിരിക്കും, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കാമല്ലോ, ഇവിടെയുള്ളവർക്ക് അത് സന്തോഷമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നവ്യ ചോദിക്കുക, എടാ നിന്റെ അച്ഛനായിരുന്നോ ജ്വല്ലറിയുടെ പുറയിലുള്ള ആള്? എന്നിട്ട് നീ പല പ്രാവശ്യവും അത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛൻ എന്ന്. ആരാണ് എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് നീ ഇതുവരെ അതിന് മറുപടി പറഞ്ഞില്ല. നീയും കൂടെ ചേർന്നാണോ ഈ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ചേർന്നത്? അപ്പോൾ ഉടനെ അബി പറയുക, അതെങ്ങനെയാടി ഞാൻ അറിയുന്നത്? നീയല്ലേ എനിക്ക് അവിടെ ജോലി വാങ്ങി തന്നത്, നീയല്ലായിരുന്നു അവിടുത്തെ മോഡല്, നീ അറിഞ്ഞിട്ടായിരിക്കും ഈ കുടുംബം തകർക്കാൻ ശ്രമിച്ചത് എന്ന് തിരിച്ചു പറയുക. അപ്പം നവ്യ ഒറ്റ ആടും കൊടുക്കുക, ആണോടാ ഞാനാണോടാ? നീ അവിടുത്തെ മാനേജരായിരുന്നു, സമ്മതിച്ചു. അതിനുശേഷം നിന്റെ അച്ഛൻ എല്ലാ സത്യങ്ങളും അറിയിച്ചില്ലേ? പലപ്പോഴും ഈ കുടുംബം തകർക്കാൻ എല്ലാത്തിനും കൂട്ടുനിന്നത് നീ തന്നെയല്ലേ? എന്നിട്ട് അവസാനം ആ മാളവികയെ ഉപദ്രവിക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തത് നീയും ഒക്കെ അറിഞ്ഞുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അബി പറയേ, വെറുതെ വേണ്ടാത്തൊന്നും പറയരുത് നവ്യെ, നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ എല്ലാവരും കൂടി ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ എന്ന് പറയാം. ഉടനെ നവ്യ ചോദിക്കുക, ആണോടാ? അങ്ങനെയാണെങ്കിൽ ഇതേ ഈ നിൽക്കുന്ന കൊച്ച് ചന്തുമോള് ആരുടെ കുഞ്ഞാണ്ടാ എന്ന് ചോദിക്കുക. അബി ഒരു നിമിഷം ഞെട്ടിപ്പോവാ ജലജയും കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അബി പറയുക, അത് ആദർശിൻ്റെ കുഞ്ഞാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ, നിനക്ക് ഇനിയും സംശയമുണ്ട് ആ കാര്യത്തിൽ, വീണ്ടും നിനക്ക് എന്നെ സംശയമാണോ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയാം, വീണ്ടും എന്നെ സംശയമല്ല, ഞാൻ ആ സത്യം നേരത്തെ അറിഞ്ഞതാ, ഞാൻ DNA ടെസ്റ്റ് നടത്തി വിവരങ്ങളൊക്കെ അറിഞ്ഞതാ. പക്ഷേ നീ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം, നിൻ്റെ അച്ഛൻ്റെ രഹസ്യം, അതറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നത്. നീ അല്ലടാ ആ അനഘയെ ചതിച്ച് ഈ അവസ്ഥയിലാക്കിയത്, സ്വന്തം കുഞ്ഞിനെ മറ്റൊരുത്തൻ തലയിൽ കെട്ടിവെച്ചത് നീയല്ലേടാ, എന്നിട്ട് വീണ്ടും ആ മാളവികയെ ഉപദ്രവിക്കാൻ പോയത് നീയല്ലേടാ, ഇനിയും ഒരു പെണ്ണിനെയും നീ ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ഫ്ലവർ വേസ് എടുത്ത് അബിയുടെ തലയ്ക്ക് തറഞ്ഞ പുറഞ്ഞാൽ കൊടുക്കുക. നമ്മുടെ ജലജ പിടിച്ചു മാറ്റാനായിട്ട് കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്, അവന്തികയും ചെല്ലുന്നുണ്ട്. ആകെ ഞെട്ടി വിറച്ച് ജലജയും അവന്തികയും നിൽക്കുന്നൊക്കെ ഉണ്ട്. അബിയാണെങ്കിൽ അടി കൊണ്ട് പൊളയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, മതി നിർത്തന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അബി ഇനി നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് നീ ഇപ്പം ഇറങ്ങിക്കോണമെന്ന് പറയാണ്.
അപ്പം ജലജ പറയുന്നുണ്ട്, അയ്യോ അച്ഛ, അവനെ ഇറക്കി വിടുവാണോ എന്ന് ചോദിക്കുക. അപ്പം ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കും പോണെങ്കിൽ പോകാം, നിന്റെ ഭർത്താവ് അവിടെ ഉണ്ടല്ലോ, അവൻ്റെ കൂടെ ഇത്രയും വർഷം ഇല്ലാതെ നിനക്ക് ഇവനുമായിട്ട് പോയി താമസിക്കണമെങ്കിൽ താമസിക്കാം, ഒരിക്കലും ഞങ്ങൾ അതിനൊന്നും തടസ്സം പറയില്ല എന്ന് പറയുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ പോകാൻ തന്നെ വന്നതാ, ഇവിടെ ഇനി കടിച്ചു തൂങ്ങി നിൽക്കാനൊന്നും പോകുന്നില്ല, എൻ്റെ അച്ഛൻ്റെ കൂടെ പോയാലും എനിക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ ഒരെണ്ണ അഭിക്കിട്ട് കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നന്ദിയില്ലാത്തവനെ, നിന്നെ ഇത്രയും കാലം തിരിഞ്ഞു നോക്കാതിരുന്ന അവൻ്റെ കൂടെ പോയി ഇനി സുഖമായിട്ട് ജീവിക്കാൻ എവിടുന്നോ കുറേ കള്ളപ്പണം ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പം നീ അങ്ങോട്ട് പോവാണല്ലേ, ആയിക്കോ, പക്ഷെ നിന്റെ നിഴല് പോലും ഇനി ഈ അനന്തപുരി തറവാട്ടിൽ പതിക്കാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ നവ്യയുടെ നേരെ നോക്കുന്നുണ്ട്. നവ്യ പറയുക, ആ പോയിക്കോ, ഞാനും കുഞ്ഞും ഏതായാലും നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നില്ല, നിങ്ങളെപ്പോലൊരു ചതിയൻ്റെ കൂടെ വരാൻ പോകുന്നില്ല, ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല നവ്യേ, നീ വീട്ടിലേക്ക് പോകണ്ട, നീയും നിൻ്റെ കുഞ്ഞും ഈ അനന്തപുരി തറവാടിൽ തന്നെ ജീവിക്കണം, നിൻ്റെ കുഞ്ഞ് വളരേണ്ട സ്ഥലം ഇവിടം തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അഭി കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. നവി ഇങ്ങനെ നോക്കിയിരിക്കുക, നവിക്ക് നല്ല ദേഷ്യമുണ്ടെന്ന്, പിടിച്ച് കൊല്ലാനൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അനഘയുടെ കാര്യങ്ങളും അതുപോലെ മാളവികയോട് ചെയ്ത ദ്രോഹങ്ങളും എല്ലാം നവി അറിയുന്നുണ്ട്. നവിക്ക് നല്ല വിഷമാവാണ് കേട്ടോ. നവി അന്നേരം മുത്തച്ഛനോട് പറയുന്നുണ്ട്, മുത്തച്ഛ എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. അന്ന് ഞാൻ എല്ലാവരെയും കുറേ തെറ്റിദ്ധരിച്ചു, അഭി പല കള്ളത്തരങ്ങളും പറഞ്ഞു വന്നപ്പം അതൊക്കെ സത്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, അവൻ എന്നെ ചതിക്കില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് അവനെ വിശ്വസിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരുമാണ് ശരിയെന്ന്. അത് ഇന്നും ഇന്നലെ അല്ല മുത്തശ്ശൻ മനസ്സിലാക്കിയത്, ഞാനിത് കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് അത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനും ഈ AN ജ്വല്ലറിക്ക് പിന്നിൽ ആരാണെന്നും അറിയാനും അബിയുടെ കള്ളത്തരങ്ങൾ മുഴുവനായിട്ട് പുറത്തു കൊണ്ടുവരാനും ഇങ്ങനൊരവസരം ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പം എല്ലാത്തിനും സമയമായി എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനും ഇതൊക്കെ വെളിപ്പെടുത്തിയത്. പല സമയത്തും ആദർശേട്ടനെ പല കാര്യത്തിനും സഹായിച്ചുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണെന്ന് പറയാം. ആ മൂർത്തീസ് AN ജ്വല്ലറിയിൽ മോഡലായി നിന്നുകൊണ്ട് തന്നെ അവരുടെ പല കാര്യങ്ങളും ഞാൻ ചോർത്തിയെടുക്കായിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അവരും എന്നെ ചതിക്കുകയാണെന്നും അവരും അഭിയും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്നുമുള്ള കാര്യം. അതുപോലെ അനഘയുടെ കുഞ്ഞ് ചന്തുമോള് അബിയുടെ കുഞ്ഞാണെന്നുള്ള വിവരം DNA ടെസ്റ്റിലൂടെ ഞാൻ അറിഞ്ഞതാ. എൻ്റെ ഫ്രണ്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കൊണ്ടു തന്നതുവാ. പക്ഷെ ഞാൻ ആ സമയം അവനോടത് ചോദിക്കാൻ പോയില്ല. അവനെ കൊല്ലാനുള്ള ദേഷ്യം ആ സമയം എനിക്കുണ്ടായിരുന്നെങ്കിലും ഇതിലെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവൻ്റെ കൂടെ നിന്ന് ഞാൻ നാടകം കളിക്കായിരുന്നെന്ന് പറയുക. അപ്പോൾ ജലജ അവന് താടയ്ക്ക് കൈ കൊടുത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നവ്യ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പം മുത്തശ്ശൻ പറയാണ്, മോളെ നിൻ്റെ കയ്യിൽ സത്യമുണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു, നിൻ്റെ അമ്മ ഉൾപ്പെടെ നിന്നോട് പറഞ്ഞതാണ് അബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പക്ഷേ നീ അത് ആ സമയത്ത് മനസ്സിലാക്കിയില്ല. എങ്കിലും വൈകിയാണെങ്കിലും നീ എല്ലാം മനസ്സിലാക്കിയല്ലോ, ഇപ്പം എല്ലാം ഒന്ന് ശാന്തമായല്ലോ. അവനെപ്പോലൊരു ചതിയൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഇങ്ങനെ തന്നെ ജീവിക്കുന്നതാണെന്ന് പറയാം. അപ്പോൾ പറയാം നവ്യ, ശരിയാ, പക്ഷേ ആദർശേട്ടനെ ചന്തുമോളുടെ പേരിൽ ഒരുപാട് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആദർശേട്ടനോടും നയനിയോടും എനിക്ക് മാപ്പ് പറയണം. അവരോട് ഞാൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഈ ചതിയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിലൊക്കെ എനിക്കിപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നുകയെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയിപ്പം ആദർശിനോടും നയനിയോടും മോള് മാപ്പ് പറയാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട, അവരെ തിരിച്ച് ഞാൻ വിളിക്കുകയാണ്. ഇനിയിപ്പം ആദർശ് തിരിച്ച് AN ജ്വല്ലറി മൂർത്തീസ് ജ്വല്ലറിയിൽ എത്തണം. അനി MD സ്ഥാനം മാറിക്കൊടുത്ത് ആദർശിനി MD ആവണമെന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവന്തികയുടെ മനസ്സിൽ തീ പൊള്ളുക. കാരണം അനിയെ ഇനി MD സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ട് ആദർശ് വീണ്ടും കയറിയിരിക്കുകയാണല്ലോ. അനിയെ വിവാഹം കഴിക്കാൻ നോക്കി നിൽക്കുകയാണല്ലോ അവന്തിക ഒരു പെരുങ്കള്ളിയാണെന്നുള്ള വിവരം മുത്തശ്ശനും മറ്റൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അവന്തിക അവരോടൊപ്പം അഭിനയിച്ച് തന്നെ നിൽക്കുക. അവന്തികയും പറയുന്നുണ്ട് അബിയുടെ കുറ്റങ്ങളൊക്കെ. എന്നാലും അബിയേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ഛനെ കണ്ടപ്പം അച്ഛൻ്റെ കൂടെ കൂടി എല്ലാവരെയും ചതിക്കായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആ മനുഷ്യന് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല എന്നൊക്കെ അവന്തികയെ അടിച്ചു വിടുന്നുണ്ടേ. അതിനുശേഷം മുത്തശ്ശൻ ഫോൺ വിളിക്കുകയാണ് ആദർശിനെ. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേ നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറയുക. ഞാൻ തന്നെ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമായി. ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കളെന്ന് നീ തന്നെ കണ്ടെത്തണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ നീ നിൻ്റെ കഴിവ് തെളിയിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്, അല്ലാതെ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല. ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞു. ആ ചതിയൻ അബിയും ഇവിടുന്ന് പോയിരിക്കുകയാണ്. ഇനിയിപ്പം നീയും നായന മോളും ഇങ്ങോട്ട് വരണം. മോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ അനന്തപുരിയിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ എനിക്ക് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് രണ്ടുപേരും അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് താമസിക്കണം. എന്നിട്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനം നീ ഏറ്റെടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ അനിയും പറയുന്നുണ്ട്, ശരി ആദർശേട്ടൻ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറയുക. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ആദർശും നയനയും കൂടെ തിരിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആദർശം നയനയും കൂടെ വരുമ്പം ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം നയൻ്റെ മോൾ ഇങ്ങോട്ട് വരികയല്ലേ, പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ, മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ ആദർശം നയനയും കൂടെ വരുമ്പം തന്നെ വാതിലേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ചെല്ലുകയാണ് ദേവയാനി. എന്നിട്ട് മുത്തശ്ശൻ ആദർശിനെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, വരൂ മോനെ ആദർശേ, നീ നിൻ്റെ കഴിവ് തെളിയിച്ചിട്ട് തന്നെയാണ് വന്നത്. നിന്നെ ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ ചെയ്തത് നിൻ്റെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ശരിക്കും മൂർത്തീസ് ജ്വല്ലറിയുടെ MD കസേരയിൽ ഇരിക്കാൻ യോഗ്യം തന്നെയാണ്. അങ്ങനെയൊന്നും ഇല്ലാതില്ല. ഒരു വലിയ കള്ളത്തരം, ഒരു വലിയ ചതി, അത് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി മോൻ അനിയെ മാറ്റിയിട്ട് ആ കസേരയിൽ അങ്ങ് ഇരിക്കണം എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അയ്യോ വേണ്ട, അനി തന്നെ ഇപ്പം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, അവൻ തന്നെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയണേ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല അത് പറ്റില്ല, നീയാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ MD എന്ന് പറയണം. അപ്പം അനി പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാനൊരു തൽക്കാലത്തേക്ക് ആദർശേട്ടന് പകരക്കാരനായിട്ട് ഇരുന്നേ ഉള്ളൂ. ഈ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം ആദർശേട്ടനെ തന്നെ തിരിച്ചേൽപ്പിച്ചാൽ എനിക്ക് സമാധാനമാവുള്ളൂ എന്ന് പറയുകയാണേ. അങ്ങനെ ദേവയാനിയാണെങ്കിൽ നയനയെ സ്വീകരിച്ച് കൊണ്ടുപോവാണ്. അങ്ങനെ ആദർശും നയനയും ഭയങ്കര സന്തോഷത്തോടെ അനന്തപുരി തറവാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടിപൊളി എപ്പിസോഡുകളൊക്കെ വരാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.